ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് ഒരു മാസമാകുമ്പോഴും കണ്ണീർ തോരാതെ കുടുംബം. ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരാത്തതിൽ നിരാശയിലാണ് നാടും വീട്ടുകാരും. തിരച്ചിൽ തുടരുമെന്ന അധികൃതരുടെ ഉറപ്പിലും വലിയ പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ നീതി തേടി കർണാടകയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. അർജുനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബവും കണ്ണാടിക്കൽ എന്ന ഗ്രാമവും. കഴിഞ്ഞ മാസം 16-ാം തീയതി മുതൽ കാണാതായ അർജുനായി പ്രാർത്ഥനയോടെയാണ് ഇവർ കാത്തിരിക്കുന്നത്. കർണാടക ഗോവ അതിർത്തിയിൽ പനവേൽ കന്യാകുമാരി ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമാണ് പാടെ തളർത്തിയത്. നിരവധി ജീവനുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്ന വാർത്തയ്ക്കു പിന്നാലെ ബലേഗാവിൽ നിന്നും മരം കയറ്റി വന്ന അർജുന്റെ മണ്ണിടിച്ചിൽപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് വീടും നാടും കേട്ടത്. പോലീസും സർക്കാർ സംവിധാനങ്ങളും നിസ്സംഗത പാലിക്കുന്നുവെന്ന വിമർശനത്തിന് പിന്നാലെ തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. NDRFും SDRFും തിരച്ചിൽ നടത്തിയെങ്കിലും കാത്തിരിപ്പ് നീളുകയായിരുന്നു. നാവികസേന പുഴയുടെ അടിയൊഴുക്ക് പരിശോധിച്ചിരുന്നു. ശക്തമായ മഴയും പുഴയുടെ അടിയൊഴുക്കും പ്രതിസന്ധി തീർത്തപ്പോൾ കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു ഉത്തര കന്നഡ ജില്ലാ കളക്ടറുടെ ഉറപ്പ്. ഒഴുക്ക് 4 knots ആയാൽ തിരച്ചിൽ തുടരുമെന്നും സ്ഥലം MLAയും പറഞ്ഞതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം അവലോകന യോഗം വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും നടന്നില്ല. തിരച്ചിൽ തുടരാൻ കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും തിരച്ചിൽ നീണ്ടുപോയതാണ് കുടുംബത്തെ നിരാശപ്പെടുത്തിയത്. നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇവർക്കൊപ്പം പിന്തുണയുമായി നാടൊന്നാകെയുമുണ്ട്. ജനം, കോഴിക്കോട്.